1 ഗ്ലാസ് പച്ചരി, 1 സ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ നമ്മുടെ ഉലുവ. ഇതെല്ലാം കൂടി നന്നായി കഴുകി ഒരു 6-7 മണിക്കൂർ കുതിരാൻ വയ്ക്കുക. നോക്കൂ, മാവ് നല്ലവണ്ണം പൊതി വന്നിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതൊരു ചരുവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബൗളിലേക്ക് പകർന്ന് വയ്ക്കാണ്ട് ഈ മിക്സിയുടെ ജാറിൽ തന്നെ വെക്കുന്ന കഥ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്നലെ അത്ര തിരക്കായിരുന്നു, എനിക്കതിനൊന്നും പറ്റിയില്ല. ഞാനപ്പോൾ ഈ ജാറിൽ തന്നെ വെച്ചു. പൊന്തി പുറത്ത് പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ പൊന്തി പുറത്തൊന്നും പോയില്ല, കുറച്ചല്ലേ ഉള്ളൂ. കണ്ടോ, നന്നായി പൊന്തി പോയി. ഇനി ഇതുകൊണ്ടൊരു സാധനം ഉണ്ടാക്കാവേ. മല്ലിത്തല, 1 ക്യാരറ്റ്, ചെറിയ സവാള, ഇതെല്ലാം കൂടെ ഇതിലോട്ടങ്ങോട്ട് ഇട്ട് വലിക്കുക. അരിയാനൊന്നും എനിക്ക് വയ്യ, ഇതിലോട്ടിട്ട് ഒറ്റ വലി വെച്ചാൽ എല്ലാം നടക്കും. ആരൊക്കെ ഉണ്ടാകും കൂട്ടിപ്പിടിച്ചിരുന്നൊക്കെ അരിയാൻ? ഈ വെജിറ്റബിൾ ഇതിലിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഭയങ്കരമായിട്ട് കുട്ടികൾക്കരുത് കേട്ടോ. ഓക്കെ, ഈ പരുവം മതി. വളരെ ഇച്ചിരൂടെ വെള്ളം ഒഴിക്കണം. അരപ്പോൾ അരി അരച്ച വെള്ളമുണ്ട്, അത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് മതി, ഇനി വേണേൽ ഒഴിക്കാം. ഇതുകൊണ്ട് നമ്മൾ സാധാരണ ഊത്തപ്പം അല്ലേ ഉണ്ടാക്കാറ്. ഇത് ആപ്പം, ഞങ്ങൾ ആപ്പം എന്ന് പറയും. നിങ്ങളിനി എന്താ പറയാമെന്ന് എനിക്കറിയില്ല, ഉണ്ടാക്കി കാണിക്കാൻ പറയാം. നടുക്ക് കനമുള്ള അപ്പം, ഞങ്ങൾ ആപ്പം എന്നാണ് കേട്ടോ പറയുക. പലരും പല പേരിലാണ് അത് പറയുക. വെള്ളയപ്പം എന്നൊക്കെ പറയുന്നത് കേൾക്കാം ചിലവർ. അതുകൊണ്ട് ഒരു മുളക്, വെള്ളമുളകാണ് കേട്ടോ, അത് ഇതിൽ ഇടുന്നുണ്ട്. അതെ, അധികം എരിവ് വേണ്ട, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒട്ടും വേണ്ട കേട്ടോ. സൂപ്പർ. ഉണ്ടോ, സൂപ്പറാണ് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ ഊത്തപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ ആപ്പം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് ഞാൻ അനിത ചെയ്യുന്നത് കണ്ടിട്ടാണ് ചെയ്തത്. അനിത ടേസ്റ്റിയോ അങ്ങനെ ഒരു പുള്ളി നല്ല ഫേമസ് ആണ്, പുള്ളിയുടെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. താങ്ക് യു അനിത.